ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂളിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് UPSC പ്രിലിംസ് പെർസ്പെക്റ്റീവില് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു തീമുമായിട്ടാണ്. സോ ഇന്നത്തെ തീം എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. സോ UPSCയുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഈ ഒരു തീം എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. Tata Mutual Fund files draft document with the SEBI for Nifty Capital Market Index Fund. How tokenization and on-chain capital market are reshaping global finance. സോ ഇങ്ങനെ ഒട്ടനവധി ഹെഡ്ലൈൻസ് ഈ ഒരു മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന തീമുമായിട്ട് മാത്രം വന്നിട്ടുണ്ട്. സോ ഇനി UPSC കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. 2024 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. In India, non-banking financial companies can access the liquidity adjustment facility window of the Reserve Bank of India. In India, foreign institutional investors can hold the GSEC. In India, stock exchanges can offer separate trading platform for debt. അതേ കണക്കിന് 2022 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. In India, which one of the following is responsible for maintaining price stability by controlling inflation? അതേ കണക്ക് 2023 which one of the following activities of the Reserve Bank of India is considered to be part of sterilization? എങ്ങനെ മോണിറ്ററി പോളിസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു തീമിൽ നിന്ന് കുറെ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്? അതായത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുക. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്, രണ്ട് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും ഇവിടെ ട്രേഡ് ചെയ്യുക. അതേസമയം മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. അതായത് മാക്സിമം അപ് ടു 1 ഇയർ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫണ്ട്സ് ആയിരിക്കും ഈ പറയുന്ന മണി മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് അതായത് ലോങ് ടേം ഫണ്ടിങ് ആണ് നമ്മൾ പറഞ്ഞു. ആ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന് തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റ്, രണ്ട് സെക്കൻഡറി മാർക്കറ്റ്. ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ന്യൂ സെക്യൂരിറ്റീനെ ഇഷ്യൂ ചെയ്യാനായിട്ടായിരിക്കും. അതായത് ഈ പറയുന്ന IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് പോലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. അതേസമയം സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെ ട്രേഡ് ചെയ്യാനായിട്ടാണ് സെക്കൻഡറി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന സെക്കൻഡറി മാർക്കറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ മണി മാർക്കറ്റ്. എന്താണ് ഈ പറയുന്ന മണി മാർക്കറ്റ്? ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യാനാണ് നമ്മൾ മണി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇയർ ആയിരിക്കും ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കോണമിയിലെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാനായിട്ടാണ് കൂടുതലും നമ്മൾ മണി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഈ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ആൻഡ് മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് RBI ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്, കോർപ്പറേറ്റുകളുണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്. സോ ഈ പറയുന്ന മണി മാർക്കറ്റിന്റെ കീ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റ്സ്, അതായത് ട്രഷറി ബില്ല്, ക്യാഷ് മാനേജ്മെന്റ് ബിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ട്രഷറി ബില്ല്. ട്രഷറി ബില്ല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി RBI ആണ് ഇഷ്യൂ ചെയ്യാറുള്ളത്. സോ അതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 91 ഡേയ്സ്, 182 ഡേയ്സ് ആൻഡ് 364 ഡേയ്സ്. ഈ ഒരു ടെന്യൂർ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന ട്രഷറി ബിൽസ് അല്ലെങ്കിൽ T-ബിൽസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. സോ ദേ ആർ സീറോ കൂപ്പൺ ബോൺഡ്സ്, മീൻസ് അതിന് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഓഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ട്രഷറി ബിൽസ് ചെയ്യുന്നത്. കാരണം RBI റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിലായിരിക്കും ഈ പറയുന്ന ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുക. കൂടുതലും ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഗവൺമെന്റ് കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറയുന്ന ട്രഷറി ബിൽസ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബാങ്ക്സ് ഫോർ SLR ഓർ റിപ്പോ ബോറോയിങ്. ഓക്കെ. ദെൻ ക്യാഷ് മാനേജ്മെന്റ് ബിൽസ്. ക്യാഷ് മാനേജ്മെന്റ് ബിൽസ് കൂടുതലും ടെമ്പററി ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ മിസ്മാച്ചുകൾ വരുന്ന സന്ദർഭങ്ങളിലാണ് ക്യാഷ് മാനേജ്മെന്റ് ബിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 91 ഡേയ്സ് ആണ്. അതേ കണക്ക് തന്നെ ഇതൊരു ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. ഇത് ഏകദേശം T-ബിൽസിനെ പോലെ അല്ലെങ്കിൽ ട്രഷറി ബിൽസിനെ പോലെ തന്നെയാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇതിന് എലിജിബിൾ ആണ്. ദെൻ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, അതായത് സെന്ററിനായാലും സ്റ്റേറ്റിനായാലും എന്തെങ്കിലും ലോണിന്റെ ആവശ്യകത വരുമ്പോൾ RBI ടെമ്പററി ആയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. ഇതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഡേയ്സ് ആണ്. ദെൻ
ഗ്രേറ്റർ ദാൻ 90 ഡേയ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. സാധാ രീതിയിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഓവർ ഡ്രാഫ്റ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ റിപ്പോ പ്ലസ് 2% എന്നുള്ള രീതിയിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാറും. സോ നെക്സ്റ്റ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ CD. അതായത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും അതേ കണക്ക് തന്നെ സെലക്ടഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. മെച്ചൂരിറ്റി എന്ന് പറയുന്നത് 7 days അപ് ടു 1 year ആയിരിക്കും. സോ ഇതൊരു ട്രാൻസ്ഫറബിൾ ആണ്. അതേ കണക്ക് തന്നെ നേരത്തെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ പീനലൈസേഷൻ ചാർജസും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിലുണ്ട്. ഇത് ഏകദേശം നമ്മൾ പറയുമ്പോൾ ഒരു ടൈം ഡെപ്പോസിറ്റ് രീതിയിലാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പറയുന്നത്. സോ നെക്സ്റ്റ് കോൾ മണി, നോട്ടീസ് മണി ഓർ ടേം മണി. ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസർവ് റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന കോൾ മണി അല്ലെങ്കിൽ നോട്ടീസ് മണി അല്ലെങ്കിൽ ടേം മണീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. കോൾ മണി എന്ന് പറയുന്നത് ഓവർനൈറ്റ് ആയിട്ടുള്ള ബോറോയിങ്സ് ആയിരിക്കും. നോട്ടീസ് മണി എന്ന് പറയാൻ 2 to 14 days ആയിട്ടായിരിക്കും. ടേം മണി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 14 days ആയിരിക്കും. സോ ഇതൊരു ഇന്റർ ബാങ്ക് ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. ദെൻ റീപർച്ചേസ് എഗ്രിമെന്റ്, അതായത് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആയിരിക്കും. അതേപോലെ തന്നെ റീപർച്ചേസ് ചെയ്യും, സെക്യൂരിറ്റീസ് റീപർച്ചേസ് ചെയ്യും എന്നുള്ള എഗ്രിമെന്റോടെ ആയിരിക്കും ഈ പറയുന്ന ഷോർട്ട് ടൈം ബോറോയിങ്സ് നടക്കുക. RBIയുടെ ലിക്വിഡിറ്റി മാനേജ്മെന്റിലെ ഒരു കീ ടൂൾ ആയിട്ട് ഈ പറയുന്ന റീപർച്ചേസ് എഗ്രിമെന്റ്സ് മാറുന്നുണ്ട്. സോ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഇൻസ്ട്രുമെന്റ്സ്. കോർപ്പറേറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന രണ്ടെണ്ണമാണ് കൊമേഴ്ഷ്യൽ പേപ്പറും കൊമേഴ്ഷ്യൽ ബിൽസ് അല്ലെങ്കിൽ ട്രേഡ് ബിൽസും. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള പ്രോമിസറി നോട്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ചെയ്യുന്ന ലാർജർ കോർപ്പറേറ്റ്സും അതേ കണക്ക് തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 7 days to 1 year ആണ്. അതേ കണക്ക് തന്നെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh ആണ്. അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇറ്റ്സ് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ആണ്. വളരെയധികം ഹൈലി ഇൻട്രസ്റ്റ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ കൊളാറ്ററൽസിന്റെ ആവശ്യമൊന്നും തന്നെ കൊമേഴ്ഷ്യൽ പേപ്പറിന് ഇല്ല. ദെൻ കൊമേഴ്ഷ്യൽ ബിൽസ് അല്ലെങ്കിൽ ട്രേഡ് ബിൽസ്, അതായത് എന്തെങ്കിലും ഷോർട്ട് ടൈം ഫണ്ടിന് ഷോർട്ട് ടൈം ക്യാപിറ്റലിന് പ്രശ്നം വരുമ്പോഴായിരിക്കും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബിൽസ് അല്ലെങ്കിൽ ട്രേഡ് ബിൽസ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ട്രേഡിന് വേണ്ടിയിട്ടായിരിക്കും, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബിക്കംസ് എ ട്രേഡ് ബിൽ വൺസ് ആക്സെപ്റ്റഡ് ബൈ എ ബാങ്ക്. ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ഒരു ട്രേഡ് ബില്ലായിട്ട് മാറുന്നത്. ദെൻ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, അതായത് വളരെ ലോ റിസ്ക് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ പറയുന്ന മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. സോ അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ടി ബിൽസ്, അതിനൊക്കെ തന്നെ റിപ്പോസ്, കൊമേഴ്ഷ്യൽ ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതായത് വളരെ ലോ റിസ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. സോ ഫങ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ്, വളരെയധികം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റ് ആണ്. അതേ കണക്ക് തന്നെ എക്കോണമിക്ക് ഷോർട്ട് ടേം ആയിട്ട് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ RBIക്ക് മോണിറ്ററി പോളിസി ഇതുവഴി ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് എനിക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന ത്രൂ മാർക്കറ്റ് നമുക്ക് സാധിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഇതെല്ലാം നോൺ ഇൻഫ്ലേഷണറി ടൂൾസും ആണ്, അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ട്രേഡിനെയും ഇൻഡസ്ട്രീസിനെയും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ അസിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മണി മാർക്കറ്റ്, അതിന്റെ മേജർ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? അതായത് മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ്, അതായത് ഒരു വർഷത്തേക്കാൾ കൂടുതൽ വരുന്ന രീതിയിൽ ഫണ്ട്സ് നമ്മൾ ഡീൽ ചെയ്യുന്നതിനാണ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. സോ ഇതിന്റെ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഗവൺമെന്റിന് കോർപ്പറേറ്റ്സിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് 3 ബോഡീസ് ചേർന്നിട്ടാണ്. സെബി, RBI ആൻഡ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഇങ്ങനെ 3 ബോഡീസ് ചേർന്നിട്ടാണ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ മേജർ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ്. ഇങ്ങനെ 3 സെഗ്മെന്റ്സ് ആണ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനുള്ളത്. ദെൻ സ്ട്രക്ചർ ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്നും അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് നമ്മൾ പറയുന്നത്
ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ സബ് ഡിവിഷനാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഇനി മണി മാർക്കറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് കോൾ മണി മാർക്കറ്റ്, ഡിസ്കൗണ്ട് മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ് അങ്ങനെയുള്ളവയൊക്കെ. ഇനി അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ്, ലോക്കൽ ബാങ്കേഴ്സ് തുടങ്ങിയവയൊക്കെയാണ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ വരാറുള്ളത്. ഇനി ഇത് എന്തൊക്കെയാണ് ഈ മാർക്കറ്റ് ടൈപ്സ് എന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് വൺ പ്രൈമറി മാർക്കറ്റ്, അതായത് ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആയാലും അങ്ങനെയൊക്കെ ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ദൗത്യം. അത് കണക്ക് തന്നെ സെക്കൻഡറി മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. കൂടുതലും സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയിട്ടായിരിക്കും ഇവിടെ ട്രേഡ് കൂടുതലും നടക്കാറുള്ളത്. ദെൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, അതില് മേജർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ബോണ്ട് ആണ്. 1 ഇയറിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി വരുന്നതാണ് ഗവൺമെന്റ് ബോണ്ട്. ഇതിനൊരു ഫിക്സഡ് പീരിയോഡിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അത് കണക്ക് തന്നെ റിട്ടേൺസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ബേസ് ചെയ്തിട്ടായിരിക്കും റിട്ടേൺസ് നമുക്ക് കിട്ടുക. റിസ്ക് പ്രൊഫൈല് വളരെയധികം ലോ ആണ്. കാരണം എന്ന് പറയുന്നത് ഇവയ്ക്ക് ഗവൺമെന്റ് ക്രെഡിറ്റ് വർത്തിനെസ് കാണിക്കുന്നതാണ്. സോ ഗവൺമെന്റ് ക്രെഡിറ്റ് വർത്തിനെസ് ബാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ റിസ്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത്രയധികം ലോ ആവുന്നത്. ദെൻ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഫസ്റ്റ് ബോൺസ്. ബോൺസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലോ റിസ്ക് ആണ്, വളരെയധികം സെക്യൂർഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഗവൺമെന്റ് ക്രെഡിറ്റ് വർത്തിനെസ് അവിടെ കാണിക്കുന്നുണ്ട്. ദെൻ ഡിബഞ്ചേഴ്സ്, അത് വളരെ അൺസെക്യൂർഡ് ആണ്, ഹയർ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഷെയർസ് കൂടുതലും ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് ഷെയർ ഇഷ്യൂവൻസ്. ഫസ്റ്റ് മെത്തേഡ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് കൂടുതലും ഡയറക്റ്റ് ഇൻവെസ്റ്റിംഗ് ആണ്. കാരണം ഏർലി സ്റ്റേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലായാലും അങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുക. ഇതിന് സീഡ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും കൂടുതലും ഈ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ദെൻ വെഞ്ചർ ക്യാപിറ്റൽ, അതായത് നമുക്ക് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഫണ്ട് ചെയ്യാനായിട്ട് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ. ദെൻ റൈറ്റ്സ് ഇഷ്യൂ, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് റൈറ്റ്സ് ഇഷ്യൂ. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഹൈ ഇൻകം നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. വളരെയധികം ഫാസ്റ്റർ ആണ്, അതിനൊക്കെ തന്നെ ലെസ് കോസ്റ്റ്ലി ആണ്. അവരുടെ ഇൻവെസ്റ്റബിൾ അസറ്റിന്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഏകദേശം 5 crore എബോ ആയിരിക്കും. ദെൻ പബ്ലിക് ഇഷ്യൂ, അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് IPO, FPO കാറ്റഗറീസ് ആണ് പബ്ലിക് ഇഷ്യൂന്റെ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ IPO മെക്കാനിസം. IPO മെക്കാനിസത്തിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ്, അതായത് റെഗുലേറ്ററി ബോഡീസിന്റെ മുന്നിൽ ഈ പറയുന്ന കമ്പനീസ് അവരുടെ പ്രിലിമിനറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യണം. അതിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ദെൻ അണ്ടർ റൈറ്റർ എന്ന് പറയുന്നത് അൺസബ്സ്ക്രൈബ്ഡ് ഷെയർസിന്റെ പർച്ചേസിനെ ഗ്യാരണ്ടി ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന അണ്ടർ റൈറ്റർ എന്ന് പറയുന്നത്. ദെൻ ഹൈ ഡിമാൻഡ് IPO, ഹൈ ഡിമാൻഡ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഷൂ ഓപ്ഷൻ ആണ്. കാരണം ഓവർ അലോട്ട്മെന്റ് ഓപ്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അണ്ടർ റൈറ്റർക്ക് അവര് വിചാരിച്ചതിലും അപ്പുറം ഷെയർസ് അവര് അലോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഗ്രീൻ ഷൂ ഓപ്ഷൻസ് വരുന്നത്. അതായത് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയങ്ങളിൽ ഡിമാൻഡും അതിനൊപ്പം തന്നെ വളരും. സോ ആ ഒരു സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. പ്രൈസ് കൂടുന്നതായാലും പ്രൈസ് കുറയുന്നതായാലും പെട്ടെന്നുള്ള ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ കൂടുക കുറയുക എന്നുള്ള ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന ഗ്രീൻ ഷൂ ഓപ്ഷൻസ് വരുന്നത്. ദെൻ ലോ ഡിമാൻഡ് IPO ആണെങ്കിൽ അത് ലീഡ് ബാങ്ക് ഓപ്ഷനും ആയിരിക്കും. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ഇൻഡിസസ്. ഫസ്റ്റ് വൺ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു. 1875 ഇത് ഫോം ചെയ്യുന്നത്. അവരുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. 30 കമ്പനീസിനെ ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ BSE പറയുന്നത്. ദെൻ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1992 ഇനി ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ആണ്. ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനീസിനെയാണ് അവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ദെൻ GDR, അത് ഗ്ലോബലി ലിസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ IDR, ഇന്ത്യയിലുള്ള ഫോറിൻ കമ്പനീസിനെ ലിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ IDR യൂസ് ചെയ്യുന്നത്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും ആണ് അവിടെ വരുന്നത്. സോ ഇത് രണ്ടും കേൾക്കുമ്പോൾ ഒന്നായിട്ട് തന്നെ തോന്നുമെങ്കിലും അതിന്റെ നേച്ചറും അതിന്റെ ഇമ്പാക്റ്റും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ അതിനകത്ത് മാനേജ്മെന്റ് കൺട്രോൾ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന് കൺട്രോൾ ഒന്നും തന്നെ ഇല്ല. അതേ കണക്ക് FDI എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിരിക്കും. പക്ഷെ FPI എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടാണ് പറയുന്നത്. അതേ കണക്ക് തന്നെ FDIയുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10% ആണ്. FPIക്ക് ലെസ് ദാൻ 10% ആണ് നമ്മൾ പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മേജർ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്, ETF, അതേണക്ക് തന്നെ ഡെറിവേറ്റീവ്സ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾസ് എന്ന രീതിയിൽ പറയാറുള്ളത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിലേക്ക് നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യുക, ആ മണി പൂൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിന്റെ ധർമ്മം എന്നുള്ളത്. ദെൻ ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുക, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതേണക്ക് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഈ പറയുന്ന ETF വർക്ക് ആവുന്നത്. ദെൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് അണ്ടർലൈൻ അസറ്റിന്റെ വാല്യൂ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് സെബി ആണ്. സെബി എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1992 സെബി ആക്ട് പ്രകാരമാണ് സെബി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സെബിയുടെ ഒബ്ജക്റ്റീവ്. നിങ്ങൾ പലപ്പോഴും ഹർഷൽ മെഹ്ത്ത സ്കാംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്കാംസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതേപോലെ തന്നെ മാർക്കറ്റ് റെഗുലേഷൻ, ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഉണ്ടാവും, അതേണക്ക് തന്നെ 2 ഫൈനാൻസ് മിനിസ്റ്റർ ഒഫീഷ്യൽസ് ഉണ്ടാവും, ഒരു RBI ഒഫീഷ്യൽ ഉണ്ടാവും, അതേണക്ക് തന്നെ ഗവൺമെന്റിന്റെ നോമിനീസും ഉണ്ടാവും. ആ ഗവൺമെന്റ് നോമിനീസിൽ 3 പേര് ഫുൾ ടൈം ആയിട്ടുള്ള ആളായിരിക്കും. സോ ഈ സെബി അതിന്റെ കോമ്പോസിഷനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നോക്കി പോവുക. ദെൻ ഈ UPSC പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്ന് നോക്കാം. മോണിറ്ററി പോളിസിയും ക്യാപിറ്റൽ മാർക്കറ്റും ലിങ്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. കാരണം പലപ്പോഴും UPSC മോണിറ്ററി പോളിസി ടൂൾസ്, അതായത് റിപ്പോ, റിവേഴ്സ് റിപ്പോ, OMO തുടങ്ങിയ കാര്യങ്ങളും അത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ റിപ്പോ റേറ്റ് എങ്ങനെയാണ് ബോണ്ട് ഈൽഡിനെ അഫക്ട് ചെയ്യുന്നത്, ഇക്വിറ്റി വാല്യുവേഷൻസിന് അഫക്ട് ചെയ്യുന്നത്, അതേണക്ക് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ലിക്വിഡിറ്റിക്ക് എന്തെല്ലാം ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. സോ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിപ്പോ, ലിക്വിഡിറ്റി, അതേണക്ക് തന്നെ GSEC ഈൽഡ്, ഇവയൊക്കെ ആയിട്ടുള്ള ലിങ്ക് എന്താണ്, ഇവ കൂടുമ്പോൾ എന്താണ് കുറയുന്നത്, അങ്ങനെയുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അത് നല്ല രീതിയിൽ നോക്കി പോവുക. ദെൻ ബഡ്ജറ്ററി അനൗൺസ്മെന്റും അതേണക്ക് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇമ്പാക്റ്റും എങ്ങനെയാണെന്ന് നോക്കുക. കാരണം യൂണിയൻ ബഡ്ജറ്റില് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ്സിനെ കുറിച്ചും FPI നോംസിനെ കുറിച്ചും റീറ്റെയിൽ ബോണ്ട് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ എങ്ങനെയാണ് പ്രൈമറി മാർക്കറ്റ് പാർട്ടിസിപ്പേഷനെയും അതേണക്ക് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യാന്നുള്ളത് നോക്കുക. സോ ബഡ്ജറ്റ് സ്കീംസ് ടാബുലേറ്റ് ചെയ്യുക, അത് പ്രൈമറി മാർക്കറ്റിനെയും സെക്കൻഡറി മാർക്കറ്റിനെയും എത്രത്തോളമാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇനി SBI ആൻഡ് RBI ഓവർലാപ്പ്, റെഗുലേറ്ററി ടഫ് ബാറ്റിൽസ്. പലപ്പോഴും ഈ പറയുന്ന ബോണ്ട് പ്ലാറ്റ്ഫോം റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് RBIയും സെബിയും തമ്മിൽ വളരെയധികം ബാറ്റിൽസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ലൈംലൈറ്റ് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും അതിനൊക്കെ തന്നെ ഫങ്ഷണൽ ഓവർലാപ്പും ഒക്കെ UPSCക്ക് ചോദിക്കാൻ പറ്റുന്ന മേഖലകളാണ്. സോ നമ്മൾ കൂടുതലും സെബിയുടെയും RBIയുടെയും ഫങ്ഷൻസ് മനസ്സിലാക്കി ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിനൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഡിറ്റോറിയൽസും അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ദെൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും മാർക്കറ്റ് അസസ് ആൻഡ് ഇൻക്ലൂഷൻ, അതായത് ഗവൺമെന്റ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസിനെയും അതിനൊക്കെ റീറ്റെയിൽ ബോണ്ട് ട്രേഡിങ്ങും KYCയും അക്കൗണ്ട് അഗ്രഗേറ്റർ മോഡൽസിനെയൊക്കെ വളരെയധികം പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഒരുപാട് ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഡിജിറ്റൽ പുഷ് എത്രത്തോളം ഇൻക്ലൂഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിലുള്ള ഫ്രെയിം വർക്കുകളൊക്കെ പ്രിലിംസിന് നോക്കുക. ദെൻ എക്സ്റ്റേണൽ സെക്ടർ, അതായത് FPI, FDI ഇൻഫ്ലോസ്, റുപ്പിയുടെ വൊലാറ്റിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കുക. കാരണം FPI ഇൻഫ്ലോസ് ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡയറക്ട്ലി തന്നെ അഫക്ട് ചെയ്യാറുണ്ട്, അത് റുപ്പിയുടെ വാല്യുവേഷനെ അഫക്ട് ചെയ്യാറുണ്ട്. സോ പ്രിലിംസിനെ നമ്മൾ നോക്കുമ്പോൾ BOP, അതിനൊക്കെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, കറൻസി അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. സോ FDIയും FPIയും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കി പോവുക. ഇനി നമ്മൾ എടുത്തത് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. തീം നമ്പർ 7 and 8 2 ഭാഗങ്ങളിലായിട്ട് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ പോയി കാണാവുന്നതാണ്. മറ്റൊരു സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.